ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ ഇന്ന് കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുങ്ങി നിന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് കടയിൽ കൊടുക്കാനായിട്ടുള്ളത് ചെറിയാണ് കേട്ടോ. അപ്പോൾ പകുതി ചെറി ഞാൻ ഡേറ്റൊക്കെ അടിച്ച് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്നിട്ട് വീഡിയോ കൂടെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ഇടും കേട്ടോ. എൻ്റേതൊരു ബിസിനസ്സിൻ്റെ മാത്രം ഉള്ളൊരു ചാനലായിട്ടല്ല ഞാൻ തുടങ്ങിയത്. ഞാനൊരു വ്ളോഗായിട്ടാണ് കേട്ടോ തുടങ്ങിയത്. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാനാണ് കാണുന്നവർക്ക് ആഗ്രഹം, എൻ്റെ ഫോളോവേഴ്സിന്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി വ്ളോഗും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ ബിസിനസ് വളരെ വലുതാക്കാനൊന്നും സാധിച്ചിട്ടില്ല, വലിയൊരു സംരംഭമാക്കാൻ കഴിഞ്ഞില്ല. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് കടകളിലൊക്കെ ഇങ്ങനെ സപ്ലൈയൊക്കെ അത് കുറച്ച് ടാസ്ക്കായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ആ കടകളിലൊക്കെ ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്നേ ആണെങ്കിൽ എനിക്ക് ഇത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ബിൽഡേഴ്സിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജോലിക്കും പോകണം, വൈകിട്ട് ഈ സാധനങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ കൊടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് കൊടുക്കും. സപ്ലൈക്കൊന്നും പറ്റില്ല. നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പോകാമല്ലോ, അങ്ങനെ കൊടുത്തിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ രാവിലത്തെ വീട്ടിലത്തെ ജോലികളൊക്കെ തീർന്ന് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾ ഇന്ന് ഇച്ചിരി കിടന്നുറങ്ങുവാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസയില്ല. രാവിലെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും കിടന്നുറക്കട്ടോ. ഈ യുദ്ധം വന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടോ. യുദ്ധം നടന്നത് അറബ് രാജ്യങ്ങളിലൊക്കെയാണ്. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ സെമീറയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാക്ക് ചെയ്യണ കവറിന് വില കൂടിയിട്ടോ. പിന്നെ അതുപോലെ ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. എണ്ണയ്ക്ക് വില കയറിയപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം റേറ്റ് കൂടി. അപ്പോൾ ഈ ബോർഡടിച്ച സാധനങ്ങളൊക്കെ ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ അല്ലാതെ കടകളിലൊക്കെ കടല ഐറ്റംസൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് കുറച്ചൊക്കെ പോവും, അല്ലാതെ ബാക്കിയുള്ള എല്ലാം ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത്. വീഡിയോ എടുക്കാൻ നേരത്ത് ക്യാമറ തിരിച്ച് വെച്ച്, പക്ഷേ എൻ്റെ തലൻ്റെ പകുതി ഇല്ല കേട്ടോ. മൂക്കും കണ്ണും അവിടെ ഇവിടെയൊക്കെ കാണും. എൻ്റെ മുഖം നല്ലോണം കാണുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ നല്ല എടുക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് ഓണാക്കി വെച്ചിട്ട് ഇതൊക്കെ എടുത്തത് കേട്ടോ. പക്ഷേ തലൻ്റെ പകുതി ഇല്ല, പകുതി ഉണ്ടെന്ന മട്ടിലാണ് വീഡിയോ വന്നിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ ഞാൻ എടുക്കുമ്പം ശ്രദ്ധിച്ചോളാം കേട്ടോ. മുന്നേ ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്തിരുന്നത് നമ്മളെ വീട്ടിൽ വെച്ചായിരുന്നേ. അപ്പോൾ എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു സുഹൃത്താണ് കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ പാക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഡെയിലി ഒന്നും പാക്കിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് പാക്ക് ചെയ്യുന്നത്. നമ്മൾ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് എടുത്തുകൊണ്ട് വന്ന് പാക്ക് ചെയ്യും. അപ്പോൾ ആ കുട്ടിക്ക് വേറൊരിടത്ത് ജോലിയായിട്ടോ. അപ്പോൾ ഉമ്മ അറിയാം, നിനക്ക് നല്ല ഐശ്വര്യമുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടിക്ക് ജോലി കിട്ടിയെന്ന്. എന്നാൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വേറൊരിടത്ത് പാക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആ ഒരു വീട്ടിലാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമുക്ക് പരിചയമുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ആ കുട്ടി പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായി പാക്കൊക്കെ ചെയ്ത് തരും. അപ്പോൾ അവൾക്കിപ്പോൾ ജോലി കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൈകൾ എന്ത് ഐശ്വര്യമുള്ള കൈകളാണല്ലേ. ഞാൻ ശമ്പളം കൊടുത്താൽ എല്ലാവർക്കും നല്ല കുറച്ചും കൂടെ കൂടുതൽ ശമ്പളം മേടിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ആർക്കെങ്കിലും ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പാക്ക് ചെയ്യാൻ വന്നാൽ മതി. അപ്പോൾ അവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ടാവും. എൻ്റെ തള്ളു കേട്ടിട്ട് നിങ്ങളാരും മയങ്ങിപ്പോണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഈ ഡയലോഗൊക്കെ വിട്ടത്. നിൻ്റെ കൈക്ക് നല്ല ഐശ്വര്യമുണ്ട്, നിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ വന്നവർക്കൊക്കെ വേറെ ജോലി, നല്ല ജോലി കിട്ടി, എനിക്ക് മാത്രം ഈ പാക്കിങ്. അതെ, ഈ പാക്കിങ്ങിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. എനിക്കും കിട്ടിയില്ലേ ജോലി, എന്നിട്ട് ഞാനിപ്പോൾ ജോലിക്ക് പോവല്ലേ, എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം സെഞ്ചിയിൽ അടുക്കി വെച്ചിട്ട് ഞാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പത്തിന് വേണ്ടി സിറ്റൗട്ടിൽ കൊണ്ട് വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, കഴിച്ചിട്ട് താക്കടൂനെ അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഉമ്മ കഴിക്കാനുണ്ടാക്കിയത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. ഇതിനെ മുട്ടക്കറി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല.
പിന്നെ മുട്ടയുടെ കൂടെ കിടക്കുന്നതുകൊണ്ട് ഞാനങ്ങ് മുട്ടക്കറി എന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. കണ്ടിട്ട് കഴിക്കാനും തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടില്ലേ പോകാൻ പറ്റത്തുള്ളൂ. വെപ്രാളത്തിനിട്ട് വെച്ച കറിയാട്ടോ. ഈ കറി ഉഷാറായതുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണമൊന്നും ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോയില്ല കേട്ടോ. പുറത്തുനിന്ന് ചായയും കടിയാണ് ഉച്ചയ്ക്ക് മേടിച്ച് കഴിച്ചത്. എൻ്റെ സ്വരത്തിന് വല്ല പ്രശ്നമുണ്ടോ? വീഡിയോയിൽ വോയിസ് കൊടുക്കുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനുണ്ടെന്ന്. അപ്പം നല്ല ആക്റ്റീവാണ് ഞാനെന്നാണ് എൻ്റെ വിചാരം. അത് നിങ്ങൾക്കും കൂടെ തോന്നിയാലാണ് അതൊരു കറക്റ്റായ പോയിൻ്റ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറി പാക്ക് ചെയ്യുന്നതൊക്കെ വരുന്ന വഴിക്ക് ഞാൻ ആ കടയിലൊക്കെ കൊടുത്തിട്ട് വന്നു. പൈസയൊന്നും മേടിച്ചില്ല, പെട്ടെന്ന് കൊടുക്കാനുള്ളതൊന്നും കൊടുത്തിട്ട് വന്നു കേട്ടോ. ഇനി പോയിട്ട് വേണം, വൈകിട്ട് പോകുമ്പോൾ വേണം അതിൻ്റെയൊക്കെ പൈസ ഒക്കെ മേടിക്കാൻ. അങ്ങനെ ഇതാണ്ടോ ഞങ്ങളുടെ സൺ സ്മാർട്ട് ബിൽഡേഴ്സിൻ്റെ ഓഫീസ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു വരുന്നത്. വർക്കുകളും ഓഫീസും. സ്റ്റെപ്പ് കയറാണ്ടേ സഞ്ചിയും തൂക്കിയിട്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ കുഴഞ്ഞു പോയി. അങ്ങനെ തക്കുടി രാവിലെ ഭയങ്കര ബഹളമായിരുന്നു. വരാൻ നേരത്തെ എണീറ്റ് ഞാൻ പിന്നെ പെട്ടെന്ന് ചടവടയെ കുളിപ്പിച്ച് കഴിക്കാനുള്ള ഒരു ബോക്സിലാക്കിയിട്ട് അംഗൻവാടി കൊണ്ടുപോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പോൾ ഇനി വൈകിട്ട് ഈ സാധനങ്ങൾ കൊടുക്കുള്ളൂ. ടാറ്റ ബൈ ബൈ. വയ്യാട്ടാ കുഴഞ്ഞ്. ടാറ്റാ.